ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാരുമോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ അവളിതാ കരയാതെ എഴുന്നേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നും രാവിലെ കരച്ചിലായിരിക്കും. അപ്പോൾ ഇതാ എഴുന്നേറ്റ് നല്ല ചിരിച്ചിട്ട് വരുന്നുണ്ട് ആൾ. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നേരെ പോയിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ പാമ്പേഴ്സൊക്കെ ഊരി മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്യാറ്. ചില ദിവസങ്ങളൊക്കെ അവൾ ഭയങ്കര കരച്ചിലായിരിക്കും എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ പിന്നെ അവൾ ഒന്നിനും സമ്മതിക്കത്തില്ല. പിന്നെ ഇതാ നേരെ അവൾ ബ്രഷ് ചെയ്യാനാണ് പോയത്. ബ്രഷ് ചെയ്യൽ സ്ഥിരമായിട്ടൊന്നും പതിവില്ല, പക്ഷെ ഇന്നിപ്പോൾ അവൾ ബ്രഷ് ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബ്രഷ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എഴുന്നേറ്റതും ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേഗം പോയിട്ട് ചെയറൊക്കെ എടുത്തിട്ട് വന്ന് ബ്രഷ് ചെയ്യാൻ നിന്നു. എന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അവൾ തന്നെ ബ്രഷൊക്കെ ചെയ്ത് വായൊക്കെ കഴുകിയിട്ട് വരാറുണ്ട്. പിന്നെ ഇതാ അവൾ മുഖമൊക്കെ തുടച്ചു. അതിനുശേഷം ഏട്ടന്മാർ ഇതാ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളും അതിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടു. ഇതാ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ്. അപ്പോൾ ഇതാ അവളിതാ ദോശ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ദോശ കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ തല മസാജൊക്കെ ചെയ്യണം അവൾ തന്നെ. ഞാൻ തേച്ച് കൊടുക്കുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ തേക്കണം. പിന്നെ ഇതാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ക്രീമൊക്കെ തേച്ച് കൊടുത്തു. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അവൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, അപ്പോൾ അവളിങ്ങനെ അതിനെക്കുറിച്ച് പറയുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കണ്ണും പിരിയൊക്കെ എഴുതുകയാണ്. അവൾക്ക് കണ്ണും പിരിയൊക്കെ എഴുതി ഇങ്ങനെ റെഡിയാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ അവൾക്കൊരു മുട്ട പുഴുങ്ങി കൊടുത്തായിരുന്നു. പിന്നെ ഇതാ ഇന്നിപ്പോൾ സ്പെഷ്യൽ ബിരിയാണിയാണേ. അപ്പോൾ ഇതാ പിള്ളേർ കുറേ ദിവസമായി ബിരിയാണി വേണമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കി, ഇന്ന് ലീവാണല്ലോ അവർക്ക്. അങ്ങനെ ഇതാ അവളവിടെ ഇന്ന് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. ഏട്ടന്മാർ കഴിക്കാൻ വന്നിട്ടില്ലേ. ബിരിയാണിയൊക്കെ ആണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കഴിച്ചോളൂ. പിന്നെ ഇതാ കഴിച്ചെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളിതാ മോട്ടർ ഓണാക്കാൻ പോയതാണ് താഴത്തേക്ക്. അങ്ങനെ ഇതാ അവളിടാന്ന് പറഞ്ഞിട്ട് അവളിട്ടിട്ട് ഇതാ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണേ. ഇതാട്ടോ ഞാൻ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഇളകി അപ്പോൾ അവൾ എൻ്റെ കൂടെ വരുവേ. പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കാണ് അവർക്ക് ഏട്ടന്മാർക്ക് ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ അങ്ങനെ പിള്ളേരിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെപ്പോഴും കൊണ്ടാക്കാനൊന്നും പോകത്തില്ല, പക്ഷേ ഇന്നിപ്പോൾ അവിടെ കുറച്ച് നായ്ക്കൾ നിൽക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതവിടെ എത്തിക്കഴിഞ്ഞ് അവൾക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഈ ഊഞ്ഞാലിലൊന്ന് ആടണേ, ആടിയില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ പിന്നെ വെള്ളം പിടിക്കാൻ നിന്നേ. അപ്പോഴേക്കും അവൾക്ക് വെള്ളം പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവളിതാ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് അവളെ ഞാൻ ഉറക്കി. അങ്ങനെ പിന്നെ അവളിത് ഒരു 6-6:30 എഴുന്നേൽക്കുമ്പോൾ അപ്പോഴേക്കും അവിടെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ 3 ആൾക്കും കൂടി ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരത്തിന് ചോറാണ്, അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വാരി കൊടുക്കുന്നത്. ചോറാകുമ്പോൾ പിന്നെ അവൾക്ക് കഴിക്കാൻ കുറച്ച് മടിയാണ്. അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോഴേക്കും കറണ്ടൊക്കെ വന്നേ. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു 3 ആളും കൂടി കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു. പിന്നെ സ്ഥിരമായിട്ട് ചാരു ചെയ്യുന്നൊരു പരിപാടിയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അച്ഛനും അച്ഛമ്മയ്ക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഉറങ്ങാൻ വരാറ്. ഇനി കിടന്നാൽ കൂടി അവൾ അയ്യോ മറന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് പോകാറ്. അങ്ങനെ നമ്മൾ കിടക്കാൻ മുമ്പിലാണ് ചാരു തെർമോക്കോളിൻ്റെ ബോൾസ് എടുത്തിട്ട് ഇവിടെ മൊത്തം ഇട്ടേ. അപ്പോൾ ഏട്ടന്മാരെല്ലാവരും കൂടി ഇങ്ങനെ അത് വേഗം പെറുക്കിയെല്ലാം അതിലേക്ക് ഇടുകയാണ്. പിന്നെ അവൾ അതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചു. ഗുഡ് നൈറ്റ് വരാം. അപ്പോഴേക്കും ഏട്ടന്മാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ചാരു കിടന്നു.